എന്നാലും ആ പോയിന്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്കുണ്ടോ ഈ പ്രശ്നം? എക്സാം ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ പേജിലെ 4ാമത്തെ വരിയിൽ ഉണ്ടെന്ന് ഓർത്തെടുക്കുന്നല്ല അത് എന്താണെന്ന് നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ പഠിച്ച കാര്യം 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ചിലപ്പം നമുക്ക് കൂടി ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഉണ്ട്. മിക്കവാറുള്ള കുട്ടികൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് റോൾ. മെമ്മറി പവർ എന്ന് പറയുന്നത് അത്യാവശ്യം വൈറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ? നമ്മളെ എന്നും എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ചില കാര്യങ്ങൾ ഒഴികെ. അപ്പം ഈ മെമ്മറി പവർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി, വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതിലൊന്നെന്ന് പറയുന്നതാണ് നമ്പർ ഗെയിംസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ് സുഡോക്കു അല്ലേ? ഈ സുഡോക്കു കാണുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് മെമ്മറി പവർ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൊബൈൽ ഗെയിംസ് ആണെന്നുണ്ടെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻസ് കുറേ കിട്ടും നമ്പർ ഗെയിംസ് റിലേറ്റ് ചെയ്ത്. നമ്മൾ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാറുണ്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ നമ്പർ ഗെയിംസ് കളിക്കുന്നത് നിങ്ങളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ചെറുതായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ ഭയങ്കരമായിട്ട് മാറ്റം നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഹാബിറ്റ്സിനെയും നമ്മുടെ മെമ്മറിനെയും ഒക്കെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയില്ലേ, ഷുഗർ, എമൗണ്ട് ഓഫ് ഷുഗർ നമ്മുടെ ബോഡിയിൽ എത്തുന്നതിന് എപ്പോഴും ഒരു അളവ് ഉണ്ടാവാറുണ്ട്. ദെയർ ആർ സോ മെനി സ്വീറ്റ് ലവേഴ്സ് ഔട്ട് ദെയർ. എനിക്കറിയാവുന്ന കുറേ പേര് മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഈ മധുരം കഴിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ തലച്ചോറിന് ഇത് ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ മെമ്മറിനെ അത് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ, കാർബണേറ്റ്സ് അങ്ങനെ കഴിക്കുമ്പോൾ മാക്സിമം ഇൻടേക്ക് കുറച്ച് കഴിക്കുക. അതായത് നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റിന് നമുക്കറിയാലോ എത്രമാത്രം ഷുഗർ വേണം എന്നുള്ളത്. മാക്സിമം ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് മാത്രം കഴിക്കുക. ബിക്കോസ് ഇത് കൂടുതൽ കഴിക്കുന്നത് നിങ്ങളെ ഒരു ഫ്യൂച്ചർ റണ്ണിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലേ? ആക്ച്വലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഈ 6 മണിക്കൂറിൻ്റെ ഉറക്കക്കഥ പറഞ്ഞ് ഞങ്ങളെ വെറുപ്പിച്ചത്. അതായത് പ്രത്യേകിച്ച് എക്സാമിൻ്റെ സമയത്ത് ആൾക്ക് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം, അല്ലെങ്കിൽ ആൾ തോറ്റു പോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ? ഒരു മിനിമം എമൗണ്ട് ഓഫ് സ്ലീപ്പ് അതെപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. അത് മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എന്തൊരു കാര്യത്തിനും നമ്മുടെ ഒരു ഹാബിറ്റാറ്റിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഉറക്കത്തിന് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ഓഫ് സ്ലീപ്പ് നിങ്ങൾ എന്നും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, നമ്മുടെ ഫോക്കസ് കുറയും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെമ്മറിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ മാക്സിമം സ്ട്രെസ്ഡ് സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ട്രൈ ടു ബി ഇൻ പീസ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളായിട്ട് ഇന്നർ പീസിൽ വന്ന് എത്തിച്ചേരും. അപ്പോൾ തന്നെ നിങ്ങളുടെ പാതി സ്ട്രെസ് കുറയും. ഈ മിക്കവാറുള്ള കുട്ടികളെ കുറിച്ചിട്ട് പാരൻസ് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രശ്നം വരാൻ, അവരുടെ സ്ട്രെസ്സൊക്കെ ആണോ സ്ട്രെസ് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും നിങ്ങളോട് കുറച്ച് കരുണ കാണിക്കാം. ബി കൈൻഡ് ടു യുവർ സെൽഫ്. അറ്റ്ലീസ്റ്റ് പറ്റുന്ന അത്രയും ട്രൈ ടു ബി ഇൻ പീസ് വിത്ത് യുവർ സെൽഫ് ആൻഡ് സീക്ക് ഹെൽപ്പ് ഇഫ് യു വോണ്ട് ടു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാതി പ്രശ്നങ്ങൾ തീരും. അല്ലാതെ നിങ്ങൾ ഈ ഇന്നർ ട്രോമാസ് ഒക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് റണ്ണിൽ നിങ്ങളിത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ മെമ്മറിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോസിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് വർഷ സെയിങ് ബൈ ടൂഡൽസ്.